പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കെയാണ് ലാഹോറിൽ നിന്ന് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നത്. ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. വലിയ രീതിയിൽ സൈറൺ മുഴങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 സ്ഫോടനങ്ങൾ പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്നതായിട്ടാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് വരുന്നു. ഒരുപക്ഷേ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഒരു 2ാം ഘട്ടം നടന്നോ ഇല്ലയോ എന്നുള്ള ഊഹാപോഹങ്ങൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രചരിക്കുന്നുമുണ്ട്. 3 സ്ഫോടനങ്ങൾ ലാഹോറിൽ നടന്നു എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാനിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി സൈറൺ മുഴങ്ങിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ളവരാണ് പങ്കെടുക്കുക. അതിന് ഇടയിലാണ് പാകിസ്ഥാനിലെ ലാഹോറിൽ 3 സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. തുടർച്ചയായിട്ട് അവിടെ സൈറൺ മുഴങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇന്ന് ചേരാൻ പോകുന്ന സർവകക്ഷി യോഗത്തെക്കുറിച്ച് അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ നൽകുന്നു. അതുല്യ. ബനേഷ് ആദ്യം പറഞ്ഞ ലാഹോറിലെ സ്ഫോടനങ്ങളിലേക്ക് വരാം. പാക് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചില ദേശീയ ഏജൻസികളിലും ഇപ്പോൾ പാകിസ്ഥാനിലെ വാൾട്ടൺ എയർപോർട്ട് അടക്കമുള്ള ഇടങ്ങളിൽ സൈറൺ ശബ്ദം മുഴങ്ങിക്കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സ്ഫോടന ശബ്ദം കേട്ടതായും പുക ഉയർന്നത് കണ്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടമാണോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പരക്കുന്നുണ്ട്. അതേസമയം ഒരു പക്ഷേ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണമാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല. സ്ഫോടനങ്ങൾ തന്നെയാണോ നടന്നത് എന്നുള്ള കാര്യങ്ങളും ഇതുവരെ ഔദ്യോഗികമായൊരു വിശദീകരണം പാകിസ്ഥാൻ മന്ത്രാലയങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ സൈന്യം ഒരു ആക്രമണം നടത്തിയതായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും രാവിലെ 8 മണിക്ക് ശേഷം ഈ ഒരു മണിക്കൂറിനിടയിൽ പലയിടത്തും വലിയ രീതിയിലുള്ള ശബ്ദം മുഴങ്ങിക്കേട്ടതായും അത് സൈറണിന്റെ ശബ്ദമാണെന്നും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സ്ഫോടന ശബ്ദം കേട്ടു എന്നും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇനി സർവകക്ഷി യോഗത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമന്ത്രി ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ തിരിച്ചടിക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ വൈകുന്നേരം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കാനായിരുന്നു ആ കൂടിക്കാഴ്ച. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രധാനമായും ഈ സർവകക്ഷി യോഗത്തിൽ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു, ഇനി തുടർ നടപടികൾ എന്തെല്ലാമാണ് എന്നത് വിശദീകരിക്കുക, അത് ആ പ്രവർത്തനങ്ങൾക്ക്, തുടർ നടപടികൾക്കും സുരക്ഷാ നീക്കങ്ങൾക്കും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായും ഈ ഒരു സർവകക്ഷി യോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി തന്ത്രപ്രധാനമായ യോഗങ്ങൾ നടന്നിരുന്നു. വിവിധ സേനാ മേധാവിമാരുമായും സംയുക്ത സേനാ മേധാവിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സംയുക്ത സേനാ മേധാവിയുമായും കരവ്യോമസേനാ മേധാവിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സംസ്ഥാനങ്ങൾ മുൻകൈ എടുക്കേണ്ട നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരേണ്ട മുന്നറിയിപ്പുകൾ, സുരക്ഷാ നീക്കങ്ങൾ, അവിടെ ഏർപ്പെടുത്തേണ്ടുന്ന നിയന്ത്രണങ്ങൾ മുതലായ കാര്യങ്ങൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഈ സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആശയവിനിമയം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നൊരു
കാര്യം അവർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഒരു സമവായ ചർച്ചയ്ക്ക് ഒരുക്കമാണോ എന്നുള്ള കാര്യം, നിലവിലെ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിവരുന്ന ഈ ഒരു പ്രകോപനത്തെ ഏത് രീതിയിലാണ് നേരിടേണ്ടത് എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. നയതന്ത്ര തലത്തിലുള്ള നടപടികളാണോ സ്വീകരിക്കേണ്ടത്, അതോ ഒരു ആക്രമണ പ്രതിരോധത്തിലേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടി ഇന്ന് അറിയും. അതോടൊപ്പം തന്നെ പാകിസ്ഥാന് ഏത് രീതിയിലുള്ള ചർച്ച വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ തങ്ങളുടെ നിലപാട് അറിയിക്കുകയും പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ആരായുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലടക്കം ഈ തുടർന്നു വരുന്ന ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത് മുതലായ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് അവസാനമായി സർവകക്ഷി യോഗം വിളിച്ചത്. അന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിക്ക് പാർലമെന്റിലെ ലൈബ്രറി മന്ദിരത്തിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കണം എന്ന് കോൺഗ്രസ് അടക്കം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കോൺഗ്രസ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെ വെച്ച് ഒരു അവൈലബിൾ CWC ഒരു വർക്കിംഗ് കമ്മിറ്റി ചേർന്നിരുന്നു. ആ പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ സർവകക്ഷി യോഗം നടക്കണം എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ ഭീകരാക്രമണങ്ങളുടെയും അതിനെതിരായി ഇന്ത്യ സ്വീകരിച്ച നടപടികളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക പാർലമെന്ററി യോഗം വിളിക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം ഇന്നത്തെ സർവകക്ഷി യോഗത്തിലും അവർ ഉന്നയിക്കും എന്നുള്ളതാണ്. ഒരു പ്രത്യേക പാർലമെന്റ് ചേരുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. അത് ഇന്നും ചർച്ചയാകും, ആ വിഷയം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇനി സ്വീകരിക്കേണ്ട നടപടികൾ, പാകിസ്ഥാൻ ഭരണകൂടവുമായി ഇനി സ്വീകരിക്കേണ്ട നടപടികൾ, നയതന്ത്രപരമായിട്ടുള്ള കരാറുകൾ റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ, ഇവയുടെയെല്ലാം തുടർച്ച എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൂട്ടായ ചർച്ച ഇന്ന് നടക്കും. എന്തായാലും നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ് സിംഗ് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളും പങ്കെടുത്തേക്കാനുള്ള സാധ്യത അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ മറ്റ് ഘടക കക്ഷികളും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പിന്തുണ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയായിരിക്കും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ലക്ഷ്യമിടുന്നത്. ബനീഷ്, ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു. 3 ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. 3 തവണ സൈറൺ വലിയ രീതിയിൽ മുഴങ്ങി എന്നുള്ള വാർത്തകളുണ്ട്. വോൾട്ടൺ എയർഫീൽഡിന് സമീപത്ത് നിന്നാണ് സ്ഫോടനം കേട്ടത്, അതിൻ്റെ ശബ്ദം കേട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. വോൾട്ടൺ എയർഫീൽഡിന് സമീപത്ത് നിന്ന് പുക ഉയരുന്നതിൻ്റെയും വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ലാഹോറിൽ നടന്നത് തുടർ സ്ഫോടനങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടാണ് ഇത്. ഇതേക്കുറിച്ച് പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാനിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളും ഇപ്പോൾ പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വോൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് ആ സ്ഫോടനങ്ങൾ നടന്നത്, തുടർ സ്ഫോടനമാണ് അത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്ന് സർവകക്ഷി യോഗം പാർലമെന്റിൽ ലൈബ്രറി ഹാളിൽ രാവിലെ 11 മണിക്ക് തുടങ്ങാൻ ഇരിക്കെ ആണ് പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്.